താങ്ക് യു സോ മച്ച് ബസ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. അല്ല ഗെയിമില്ല, ഒരു ഡിന്നർ കൂടി മതി. കോക്കസ് ബ്രോയുടെ ഡിന്നർ തീർക്കാം. എല്ലാ തീർക്കാം. ഇന്നലെ ലൈവ് വരാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ തീർച്ചയാകുമ്പോൾ നമ്മുടെ പബ്ജി സ്ട്രീമിൽ കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കും മെമ്പർഷിപ്പ് ഇട്ടിട്ട്. അങ്ങോട്ട് കൊടുക്കണം മല്ലാക്കാന്ന് നാട്ടിൽ വന്നാലേ ഉള്ളൂ. അപ്പൊ താടിയെല്ലാം കൂടി പറിച്ചെടുക്കും കേട്ടോ. കിടന്നു പോകാനായിട്ടിരിക്കുന്നു. അവന്മാരെല്ലാം മോളാ, ഞാനാ ഫസ്റ്റ് ഇറങ്ങാൻ. 1 2 3 അണ്ണന്റെ കൂടെ ബാക്കിൽ എന്റെ ബാക്കിൽ എന്റെ കൂടെ ഇല്ല. മനസ്സിലായി ഗ്രീൻ സൈഡ് അല്ലേ? അതേണ്ട മനസ്സിലായി. ഡ്രോപ്പിന്റെ അവിടെ തന്നെ ആ വണ്ടി എടുത്താ അതിന്റെ ടയർ മേടിച്ചു വിട്ടിട്ടുള്ളൂ. അവനെ അവനെ കൂടെ ഒറ്റ കൂടെ ഉണ്ട്. വണ്ടി എടുത്താലോ വെച്ച് ഈ ഫ്രണ്ടിലത്തെ ഓറഞ്ചിൽ വണ്ടി. അണ്ണ കുറച്ചു നേരം സേഫ് ആയിരിക്കും. നശിച്ച വണ്ടി ഉരുണ്ടോട്ടിരിക്കുന്നു. എന്റെ ചലഞ്ച് നമ്മളെ വിട്ട് വന്നേക്കാ. ഇല്ലടാ വണ്ടി എടുത്ത് വേറെ അടി കെട്ട് വെച്ച് റീകോളാക്കി ഡ്രോപ്പ് എടുക്കൊണ്ട് ചിലക്ക് പോവാണ്. അമരറ്റ വീട്ടിൽ കയറി ടവറിലാവുണ്ട്. അറിഞ്ഞൂടാൻ പോകും ചേട്ടാ. ഒരുത്തൻ നോക്കായിരുന്നു, ഞാൻ നോക്കിയില്ല. അവിടെ നോക്കായി കിടക്കും. ബുക്കല്ല നോക്കായി കിടക്കുക. താഴത്തെ നിലയിൽ തന്നെ ആളുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. വണ്ടി പോലും ഇല്ലാണ്ട് ഇങ്ങനെ ക്യാമ്പ് ജീവിതം പോയിന്റ് 1 HP. അതാ നശിച്ച നോക്കണ്ട. ക്രോസ് എയർ പോലും ഓപ്പൺ ആക്കാതെ മനസ്സിലാക്കണം. ഓടി അടിച്ചതാണ്. അതാണ് വെറുതെ അടിച്ചിട്ട് ലക്കിന് കിട്ടിയത്. അല്ല അവനാ ഈ തോക്ക് ഇതെല്ലാം ഈ തോക്ക് സ്കോഡ് മൊത്തം ആ തോക്ക് തന്നെ. ആ കണ്ണു വെച്ച് ഓടി കിടന്ന് അടിക്കുക മനസ്സിലായി. എളുപ്പത്തിൽ അടിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഞാൻ കാര്യം പറയാം. നമ്മള് 4 പേരും മാക്സിമം ലൈവായിട്ട് നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ചത്ത് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിന്റെ സൈഡിൽ ഇറങ്ങുവാണ്. സെർച്ച് ചെയ്യുന്നില്ല എന്റെ കൂടെ. ഞാൻ ജീവിക്കണ്ട. രണ്ട് സൈഡിൽ നിന്ന് മയില് കണ്ണ് ഒളിപ്പിച്ച് വെച്ചിരിക്കണം. അതെല്ലാം കണ്ടിരിക്കുന്ന സുഖം പിടിച്ച് ഇവിടെ അണ്ണാക്കിലേക്ക് പോയിരിക്കണം. ഓറഞ്ച് സൈഡിലേക്ക് അവിടെ തീർന്നേ അവന്റെ പിയറിനെ അടിച്ച് പൊട്ടിക്കണേ. ഇവിടെ 6 വേറെ കിടക്കണം കേട്ടോ. ഇവിടെ ആണല്ലേ അവിടെ കൂടെ വണ്ടി പോയപ്പോ അവിടെ വണ്ടി ഒന്നും പറഞ്ഞില്ല. ഞാൻ സോണ സ്പൗട്ട് ചെയ്തിട്ട് തൽക്കാലം ഈ ഓറഞ്ച് സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ചു നേരം നിന്നിട്ട് നമുക്ക് താഴെ ആള് പോട്ടെ. ഈ റൈറ്റ് താഴെ പോകുന്നുണ്ട്.
ഫ്രണ്ടിലെ സ്കോഡോ ഒരു വീടുണ്ട്, ഫ്രണ്ട് ഒരു വീടുണ്ട് അവിടെ. സോണോട്ടല്ലേ ആ വേറെ ഒരു സ്കിൽ അവിടെ നിൽക്കുന്നു. 3 ഷോട്ട് ഞാൻ ഇവനെ നിങ്ങൾ വണ്ടി എടുത്തോ, എന്തായാലും വാങ്ങി. ഇവിടെ ഒരുത്തും താഴെ ഉണ്ട്, എൻ്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ഏരിയയിൽ എടുത്തുണ്ട്. ഞാൻ എന്തായാലും ഈ അടിച്ചു അവന്മാര് വണ്ടി എടുത്തു. ഇവിടുത്തെ ഷാക്കിലൊക്കെ ഉണ്ട് അടുത്ത്. നമ്മളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ബാക്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാ ആളുണ്ട്, പക്ഷേ താഴെ റൈറ്റ് എടുത്തുണ്ട്. ഇനി ഇവിടെ ഇവിടെ ആളുണ്ട്. ഫ്രണ്ടിൽ പോയി നോക്കും. അവനൊക്കെ ഒരുത്തിനൊക്കെ പിന്നെ ഫ്രണ്ടുകൾ ബാക്കിലാളുണ്ട്, താഴെ ഷാക്കിൽ ഈ സൈഡ് ഈ ഷാക്കിലാളുണ്ട്. കല്ലിലാളെ അവന്മാരോ എല്ലാം 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 നടി എല്ലാം നടി. അണ്ണാ മനസ്സിൽ പോലെ നേടി നേടി. പേര് വെക്കല ആ ഷാക്ക് അങ്ങോട്ട് ഒരുമിച്ച് എടുത്താൽ ബാക്കിൽ അടി വരുന്നത് ബോട്ടം കണ്ടോ നോക്ക് നോക്ക് നോക്ക്, രണ്ട് നോക്ക്, സ്ലോ നോക്ക്. ഇവിടെ ലാസ്റ്റ് ഇവിടെ യെല്ലോ അവർ വേവിങ് ആണ്. അല്ലല്ല ആ ടീമിന്റെ ലാസ്റ്റ് വണ്ടിയിലുണ്ടോ താഴെ? അണ്ണ ഓറഞ്ച് പറഞ്ഞു നോക്ക്. അയ്യോ അവൻ അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലെഫ്റ്റ് കൂടി സോണിൽ അങ്ങോട്ട് ഒഴിക്കാമേ. അല്ലല്ല ഇവിടെ Let's go. Dinner number 1. 6, 10, 14, 17 ഞാൻ മേലെ പോണേ, നാളെന്റെ ആണ്. പുതിയൊരു പറഞ്ഞു വരുന്നു ഒരുത്തൻ. പറന്നു പോയി ഒരു വണ്ടിയും കൊണ്ട് അങ്ങോട്ട്. ഓ അമ്മനാണോ അവിടെ? നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ നോക്കിയാലോ. പൊസിഷൻ ഈ സോൺ അടിച്ചു കഴിഞ്ഞിട്ട് പോകണേ നിൽക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴേ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റൊട്ടേഷൻ കുറേ വരും. നമുക്ക് മാൻഷൻ എല്ലാം പിടിക്കാൻ നോക്കാം. മാൻഷനിലാളെ കാണാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ മാൻഷൻ്റെ ഒരു എൻ്റെ പിടിക്കാനായിരിക്കും പെട്ടെന്ന്. മുന്നേ ആണല്ലോ ഫുള്ളും സത്യം. അതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യുന്നതല്ല. ഞാൻ സ്കോഡോസ് അടിക്കൊണ്ട് കേട്ടോ. ബാക്കി നിങ്ങളെല്ലാം നീ പിന്നെ കുത്തിച്ചെന്റെ യൂസർ തന്നെ ഓപ്പണിൽ വന്നെ ഫിനിഷ് ചെയ്യാൻ വന്നിരിക്കുന്നു. നിന്നെ അടിച്ചത് മനസ്സിലായി. ഇവൻ എന്തൊക്കെയാണ് അടിച്ചത്? കുത്തിയത് കൊണ്ടല്ലേ? അല്ലല്ല ഞാനിവിടെ നീ ഇവിടെ ഞാൻ പോയി. ഇവനെ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി മാറ്റിക്കൂടെ? നീ പിന്നെ വണ്ടി കൊടുക്കുന്ന പൊക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? പൊക്കുന്ന ഇതിനകത്തുണ്ട് വീലുണ്ട്. വലിയ ബിൽഡിംഗാണുണ്ട്. ഞാൻ അണ്ണൻ അതെടുക്കാനെന്ന് നോക്കിയത്. ഇന്നലെ ഇൻഫോ ഇല്ല മാർക്ക് സെർച്ച് നോക്കാം. അപ്പം വിചാരിച്ചു കഴിഞ്ഞ ചേർത്തു ഇൻഫോ ഉണ്ടോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് നേരം വെയിറ്റ് ഈ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിലാണ് അടിച്ചത്. കവർ ചെയ്യുമായിരുന്നു. അവൻ വീക്ക് ചെയ്യുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. രണ്ടുണ്ടായിരുന്നു. ഓ അവൻ റൂഫില്. ഓ അവനിങ്ങനെ റൂഫിൽ കയറി അവനാര് പൊക്കാൻ വരും?
അങ്ങനെ തന്നെ താഴെ കൂടെ സർച്ച് എടുത്ത് എടുക്കാൻ പറ്റില്ലോ. അവനെ പൊക്കാൻ താത്തടുത്ത് അവന് ഒപ്പള്ള അല്ലേ അല്ല സ്കോഡോസ് അടിച്ചു ഉളക്കമുള്ളാക്കി പോയി വണ്ടിയുടെ കീഴൊക്കെ വന്ന് നീടലുണ്ടോ കണ്ടില്ലേ തോക്ക് അടിയുണ്ടോ വണ്ടിയുടെ ബാക്കിലെല്ലാം തോന്നുന്നു. ഞാൻ പോയി കാണും. പോയി എന്നാണ് മറ്റേ ക്ലോസ് റൈറ്റിലെത്തി എന്റെ താഴെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള ലെഫ്റ്റില് ഫുൾ ലെഫ്റ്റില് അണ്ണനെ ബോൾ ആക്കിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് പിന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് സോറി ഞാൻ ആദ്യം പറഞ്ഞ റൈറ്റ് എന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഞാൻ റൈറ്റിലോട്ട് പോയത് ലെഫ്റ്റ് സ്കോഡോസ് എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു എന്തൊരു സ്കോഡോട്ടാണെന്ന് പറഞ്ഞു മനസ്സിലായിരുന്നു. ഞാൻ ചേട്ടൻ കേട്ട് കേട്ടില്ലേ ഇല്ല കേട്ടെങ്കിൽ പിന്നെ ഞാൻ റൈറ്റിലോട്ട് പോയില്ലോ നീ പറഞ്ഞു. സോറി ഞാൻ ലെഫ്റ്റ് ഇങ്ങനെ കേട്ട വിഷയം പറഞ്ഞ റൈറ്റ് ആയി പോയതാ. കഴിഞ്ഞപ്പം കുറച്ചായാലും ടൂർണമെന്റ് ഒക്കെ വരുവാണെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ വെച്ച് പച്ചക്കറി ആകെ പബ്ജി മാത്രമേ കളിക്കാറുള്ളൂ. പബ്ജി ഇല്ലെന്നാണ് പറഞ്ഞ പതി വിട്ട് സദ്യ ടൂർണമെന്റ് ആയിട്ടൊന്നും ഇല്ല. വേറെ കാര്യം അന്ന് ടൂർണമെന്റ് തന്നെ. ഇനി ടൂർണമെന്റ് ഒക്കെ എപ്പോഴൊക്കെ വരുള്ളൂ. ഡിന്നർ അടിച്ചോ ഒരു പാമ്പ് ഇരിക്കുന്നു ഇവിടെ. ഒരു പാമ്പ് ഓറഞ്ചില് അമ്മങ്ങിയിരിക്കുന്നു പാമ്പ്. അതൊന്നും കൊള്ളായിരുന്നു. ഓക്കെ അടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചത് വേണമെന്നില്ല. ഞാൻ കിട്ടും അടുത്ത അടിച്ചത്. ഇവിടെ ഇവിടെ ഈ മരത്തിന്റെ ബാക്കില് നമ്മളെ റൈറ്റിൽ നിന്ന് ആള് വരാൻ 2 ഷോട്ട് ഇവിടെ ഓറഞ്ചില്. അണ്ണ ഇവിടെ ഇവിടെ ഈ ഓറഞ്ച് ലെഫ്റ്റ് നോക്കി തന്നാ മതി. ഈ ഓറഞ്ച് ആളുണ്ട്. ഓക്കെടാ നോക്കി ഞാൻ ഓറഞ്ച് വണ്ടി എടുത്തേ. ഗ്രീൻ ഓറഞ്ച് നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നമാര് ഇല്ല അവരെ നിർത്തിയേ അവരെ ചാക്കി ഓൾ ഗുഡ്. അണ്ണ ഇമാർ അടിക്കണേ ഓറഞ്ച് അടിക്കണേ. ഓറഞ്ചിന് അവനെടുത്തു ആ ചാക്കം കൊണ്ട് ഓടിച്ചിട്ട് പ്രശ്നമുണ്ടോ? അയ്യോ 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 എന്നെ പൊക്കോ കുട്ടത്തോടെ സ്മോക്ക് ഇട്ടാ അവൻ ഈ മരത്തിന്റെ ബാക്കിൽ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻ അറിയത്തില്ല. അത് പൊക്കാൻ ഇവിടുന്ന് എവിടെടാ ഗ്രീൻ ഇവിടെ ഒരു അടി വരുന്നുണ്ട്. ഇവിടെ കുടി കിട്ടുന്നുണ്ട്. യു എസിന്റെ ബാക്കില് സോണില്ലേ നോക്കി നോക്കണ്ട ഫ്രണ്ട് അറിയാം. നോക്കിട്ട് പെട്ടെന്ന് സോൺ സ്റ്റാർട്ട് ഇതാ ഞാൻ മനസ്സിലായി. ഞാൻ അവിടെ റിവ്യൂ എന്നാൽ കുട്ടി എന്നെ പഠിച്ചു. സ്മോക്കിംഗ് ബ്ലൈൻഡ് കയറാൻ പേരടിക്കുക. റോൾസ് മാക്സിമം യൂസ് ചെയ്തോ. ആടിടുന്നുണ്ട് എന്നാ പൊട്ടിച്ചെണ്ണ കറക്റ്റ് ഗ്രീൻ മാർക്ക് എവിടെയാണ് നിന്റെ ലെഫ്റ്റാ? കണ്ടുകൂടാ. ഗ്രീനിലേക്ക് പറ്റുമോ? അവിടെ ഉണ്ടോ? ആ അതുണ്ട്. അവിടെ അത് മറ്റേ പൊട്ടുന്ന സ്നൈപ്പർ നോക്ക്. ഗ്രീൻ 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 കറക്റ്റ് ഗ്രീൻ ചത്ത് നിൽക്കാറുണ്ട്. എടുത്ത് വണ്ടി പുകഞ്ഞ് അതേ കയറി കിടത്തു. ഇല്ല സാറേ അത് സത്യമായിട്ട് സെർവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് സ്മോക്കിട്ട് ഞാൻ സ്മോക്ക് പണിക്കും പോണം. നീ ഉണ്ടായിരുന്നു. നീ മാത്രം ഉണ്ടായിരുന്നു.
എടാ ഇന്നലെ വെക്കാൻ നിന്നുണ്ട്, ശനിയാഴ്ച വെക്കാൻ നിന്നുണ്ട്. പക്ഷേ ഞാൻ ശനിയാഴ്ച മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഞാനും അങ്ങനെ കാണുന്നില്ല. മെന്റലായി പോയിട്ടതാ. നീ ബ്രോടെ 10 ഡിന്നറായി, ചേച്ചിക്ക് ഇന്നും കൂടി എടുത്താൽ മതി. ഏടേ സാരേക്കണ എത്ര ഡിന്നറായി? 2 ഡിന്നറായി. അവിടെ തുടങ്ങിയിട്ട് 2 മണിക്കൂറാവുന്നേ ഉള്ളൂ. ഞാനങ്ങ് പോവാണ് കേട്ടോ സ്ക്വാഡ് ഹൗസിലേക്ക്. ചേച്ചി അവിടെ വേറെ ഹൗസ് കിട്ടിയാവോ? താങ്ക് യു. ഇവിടെ അപ്പുറത്ത് ലൂട്ട് കിട്ടുന്നില്ല. ആ കുത്തി അവിടെ വീടിന്റെ ബാക്കിലോട്ട് പോയോ? വീടിന്റെ ബാക്കിലോട്ട് പോയോ? നന്ദിയുണ്ട് സാറാ, നന്ദി. എവിടെ സ്മോക്ക് ഇട്ടോടാ? നീ അവിടെ തന്നെ നിന്നാ, നീ ചാവാതെ നിന്നാ മതി. മാമാ അയ്യോ അണ്ണന്റെ അടുത്ത് നീട് വന്നു അറിയണ്ടത്. മര്യാദക്ക് പറഞ്ഞാ സാർ അവിടെ ഇരിക്കാന്ന്. തോയിങ് അങ്ങ് ചുമ്മാ ഒരാളെ ഉള്ളെന്ന് പറഞ്ഞ് വൃത്തിയായിട്ട് ഒരു കോളം നിന്ന് മനുഷ്യനെ കൊല്ലിച്ചു. എടാ നീ വലിയ നോക്കടാ അവിടെ നിന്ന്, എന്നിട്ട് റെക്കോർഡ് ചെയ്തു. വലിയാനുള്ള ഓപ്ഷൻ ഇല്ല. വളഞ്ഞോ ഇവിടെ നിന്ന് വലിയാൻ പറ്റുമോ? എന്റെ റൂഫിൽ കയറാൻ പറ്റും ഫ്ലൈവുഡിന്റെ റൂഫ്. അയ്യോ ഇങ്ങനെ മറ്റേ റൈറ്റ് ഉള്ളവനാ അവൻ അവിടെ ഉണ്ട് ആ വീട്ടില്. എന്റെ അമ്മ ചെവിയെ കേൾക്കണില്ല. ഈ ഓക വെച്ച് കളിക്കാൻ ഒരു ധൈര്യമില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ നീടുന്നുണ്ടോ? എന്റെ മനസ്സോട് വിറ്റാച്ച് നമ്മൾ പറ്റി വിറ്റാച്ച് മൂന്ന് നീടന്നെ 2 രൂപ തീരെ ഫിനിഷ് ആവും. C4 കുഴപ്പമില്ല. നല്ല അതാ ഫെൻസ് കാരണം മൂവിയല്ലേ നീ.